ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേര യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2026 സ്വാഭാവികമായിട്ടും 2025 വളരെയധികം ഭാഗ്യദായകമായൊരു വർഷമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 2025 പല നക്ഷത്രങ്ങൾക്കും രോഗദുരിതാദികളും കഷ്ടതകളും ഒക്കെ വന്ന് അനുഭവിക്കേണ്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ 2026 പരമാവധി പരിശോധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ കുറച്ച് നക്ഷത്രങ്ങൾക്ക് മാത്രമാണ് ദുരിതങ്ങൾ ഭവിക്കുന്നത്. കൂടുതൽ നക്ഷത്രങ്ങൾക്കും വളരെ പ്രയോജനകരമായ ജീവിത ഗുണങ്ങളാണ് ഉണ്ടാവുക. യോഗങ്ങളാൽ സമ്പുഷ്ടമാണ് 2026 എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇന്ന് പറയുന്നത് ത്രിഗ്രഹീ യോഗത്തെക്കുറിച്ചാണ്. 3 ഗ്രഹങ്ങളുടെ യോജിപ്പ്. 2026 ഫെബ്രുവരി മാസത്തിൽ, അതായത് കുംഭം രാശിയിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ സംഗമിക്കുന്നതിലൂടെ രൂപപ്പെടുന്ന ത്രിഗ്രഹീ യോഗം പ്രധാനമായും ബുദ്ധിശക്തി, സാമ്പത്തിക ലാഭം, തൊഴിൽ വിജയം എന്നിവയാണ് നൽകുന്നത്. ഈ ഗ്രഹസംഗമം ഏറ്റവും കൂടുതൽ ഗുണകരമായി ബാധിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2026 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രയോജനകരവും സന്തോഷദായകവുമായ ഒരുപാട് യോഗങ്ങൾ, ആ യോഗങ്ങൾ നമ്മളിലേക്ക് വന്ന് ഭവിക്കണമെങ്കിൽ തീർത്തും ഈശ്വരൻ്റേതായ ജ്ഞാനം അനിവാര്യമാണ്. ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാണ്. മനസ്സ് തുറന്നുള്ള ഈശ്വരനോടുള്ള വിളി അനിവാര്യമാണ്. അതൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായും 2026 വളരെ ഭാഗ്യസമ്പുഷ്ടമാകുന്ന നിലവാരത്തിലെത്തുക തന്നെ ചെയ്യും. ഇവിടെ ഈ ത്രിഗ്രഹീ യോഗത്തിൽ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കുംഭക്കൂറിനെ കുറിച്ചാണ്. അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി 3/4 നക്ഷത്രങ്ങൾ ചേരുന്ന കുംഭക്കൂറിൽ സ്വന്തം രാശിയിൽ യോഗം നടക്കുന്നു. കുംഭത്തിലാണല്ലോ വാസ്തവത്തിൽ സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും സംഗമം നടക്കുന്നത്. തീർച്ചയായും ഈ കുംഭക്കൂറിലാവുമ്പോൾ കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. സ്വന്തം രാശിയിലാണ് ഈ യോഗം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ രാശിയിലെ നക്ഷത്ര ജാതർക്ക് വ്യക്തിത്വ വികാസമുണ്ടാകും, പുതിയ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാകും, സമൂഹത്തിൽ അംഗീകാരമുണ്ടാകും, വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമൊക്കെ വളരെ ഉന്നമനം ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുമെന്നുള്ളതാണ്. ഭാഗ്യക്കുറി പോലെയുള്ള വൻ ഭാഗ്യങ്ങൾ വന്നു ചേരും. അതിലൂടെ സമ്പദ് വ്യവസ്ഥ വളരെയധികം പുരോഗമിക്കും. വളരെ നന്മ നിറഞ്ഞ ഒരു വർഷമായിട്ട് ത്രിഗ്രഹീ യോഗം കുംഭക്കൂറിനെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരം പകുതി, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങൾ ചേരുന്ന മിഥുനക്കൂർ. മിഥുനക്കൂറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 9ാം ഭാവമാകുന്ന ഭാഗ്യസ്ഥാനത്താണ് ത്രിഗ്രഹീ യോഗം വരുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യപുഷ്ടി, ഏറ്റവും വലിയ ഭാഗ്യമുണ്ടാകുന്ന
കൂറാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം വിജയമായിരിക്കും മിഥുനക്കൂറിലെ നക്ഷത്ര ജാതർക്കുണ്ടാകുന്നത്. വിദേശയാത്ര തൊഴിൽപരമാണെങ്കിലും വിദ്യാഭ്യാസപരമാണെങ്കിലും അത് തീർച്ചയായും നടക്കുക തന്നെ ചെയ്യും. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും എല്ലാ ഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥകളും മിഥുനക്കൂറുകാർക്ക് വന്നു ചേരും. തൊഴിൽ ഭാഗ്യം, അതുപോലെ തന്നെ വാഹന ഭാഗ്യം, വസ്ത്രഭാഗ്യം, അതുപോലെ ആഭരണാദികൾ ലഭിക്കുക, അതുപോലെ തന്നെ പുതിയ വാഹനമുണ്ടാവുക, വലിയ വീട് വയ്ക്കുന്നതിനായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടാവുക തുടങ്ങി ഭാഗ്യദായകമായ ഏതു നിലവാരവും 2026 കാലത്തിൽ ഈ മിഥുനക്കാറുകാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. കാരണം ത്രിഗ്രഹീ യോഗത്തിൻ്റെ അനുഗ്രഹം വളരെ വളരെ പൂർണ്ണമായും ലഭിക്കുന്നു. 9ാം ഭാവത്തിലാണ് ത്രിഗ്രഹീ യോഗം നടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ വലിയ ഭാഗ്യം മിഥുനക്കൂറിലെ നക്ഷത്ര ജാതർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിര, പകുതി, ചോതി, വിശാഖം, മുക്കാൽ ചേരുന്ന നക്ഷത്രങ്ങൾ സംയോഗിക്കുന്ന തുലാക്കൂർ. അപ്പോൾ ചിത്തിരയുടെ പകുതി ഭാഗവും ചോതിയുടെയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേരുന്ന തുലാക്കൂറിന് ഭാഗ്യമെന്ന് പറയുന്നത് 5ാം ഭാവത്തിലാണ് ത്രിഗ്രഹീ യോഗം വന്നു ചേരുന്നത്. സന്താന ലബ്ധി, അതുപോലെ തന്നെ പ്രണയ വിജയം, കലാപരമായ നേട്ടങ്ങൾ എന്നിവയ്ക്ക് വഴിയൊരുക്കും എന്നുള്ളതാണ്. അതായത് സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചിരുന്ന തുലാക്കൂറിലെ നക്ഷത്ര ജാതർക്ക് സന്താനം ജനിക്കുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആഹ്ലാദകരമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ നീങ്ങാൻ കഴിയുന്നവരാണ് ചിത്തിര, പകുതി, ചോതി, വിശാഖം, മുക്കാൽ നക്ഷത്രക്കാർ, തുലാക്കൂറിലെ ഈ നക്ഷത്ര ജാതർ. അതുപോലെ തന്നെ പ്രണയ വിജയം, തീർച്ചയായിട്ടും പ്രണയത്തെ വീടും അതുപോലെ നാടും അംഗീകരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരും. കലാപരമായ നേട്ടങ്ങൾ എന്നിവയ്ക്ക് വഴിയൊരുക്കം നടക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ വളരെ ഭംഗിയുള്ള ഒരു വർഷമായി കലാകാരന്മാർക്കൊക്കെ അനുഭവിക്കുവാൻ കഴിയും. തുലാക്കൂറിലെ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് അവർ കലാകാരന്മാരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വളരെ സന്തോഷമുണ്ടാകുന്നൊരു വർഷമായിരിക്കും. പ്രശസ്തിയും കീർത്തിയും ധനലാഭവും ഒക്കെ നന്നായി വന്നു ചേരുന്ന ഒരു വർഷമാണിത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ത്രിഗ്രഹീ യോഗം നിലനിൽക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും ഈ കലാകാരന്മാർക്ക്, അതുപോലെ തന്നെ പ്രണയിതാക്കൾക്ക്, അതുപോലെ സന്താനമില്ലാതിരുന്ന ആളുകൾക്ക് ഒക്കെ സന്തോഷമുണ്ടാവും. അങ്ങനെ ഒരു ഭാഗ്യമാണ് ത്രിഗ്രഹീ യോഗം തുലാക്കൂറിൽ നൽകുന്നത്. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒക്കെ മാറ്റമുണ്ടാകുന്നൊരു വർഷമാണ്. അടുത്തത് അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടക്കൂറിലെ നക്ഷത്രങ്ങളുടെ ഭാഗ്യമാണ്. ത്രിഗ്രഹീ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൂറുകാർക്ക്, അഥവാ ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഭാഗ്യം 11ാം ഭാവം, അതായത് ലാഭസ്ഥാനത്താണ് ത്രിഗ്രഹീ യോഗം രൂപം കൊള്ളുന്നത്. ഗ്രഹസംഗമം വലിയ സാമ്പത്തിക ലാഭത്തിനും ആഗ്രഹ സാഫല്യത്തിനും കാരണമാകുമെന്നുള്ളതാണ്. മേടക്കൂറിലെ നക്ഷത്ര ജാതർക്ക് വളരെയധികം ഭാഗ്യമാണ് ത്രിഗ്രഹീ യോഗത്തിലൂടെ ഉണ്ടാകുന്നത്. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അത് നടക്കും. വിദേശത്ത് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് പോസ്റ്റ് ആഗ്രഹിക്കുന്ന യുവതീ യുവാക്കൾക്ക് തീർച്ചയായും അത് നടക്കുന്ന വർഷമാണ് 2026. മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തികകാൽ നക്ഷത്ര ജാതരായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും 2026 ജോലി സാധ്യത ഏറെയുള്ള വർഷമാണ്. അതും അവർ വിചാരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിൽ തന്നെ ജോലി ചെയ്യാൻ അവസരമുണ്ടാകും. അതുപോലെ തന്നെ കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് അത് ഉറച്ച ഒരു ജോലിയായി മാറുമെന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ കോൺട്രാക്റ്റ് അവസ്ഥയൊക്കെ മാറിയിട്ട് തികച്ചും ഉറപ്പായ ഒരു ജോലി സമ്പ്രദായം എത്തിച്ചേരുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ സമ്പത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥാപരമായിട്ടുള്ള ജീവിതത്തിലും ഒക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു വർഷം. വിദ്യാർത്ഥികൾ അലസരാകുന്ന ഒരു വ്യവസ്ഥിതിയായിരുന്നു മേടക്കൂറിലെ നക്ഷത്ര ജാതരായിരിക്കുന്നവർക്ക് 2025. എന്നാൽ 2026 വളരെ ആർജവമായി വിദ്യാഭ്യാസപരമായി വളരെ
ഉന്നതമായ മാർക്കുകളൊക്കെ വാങ്ങി ജയിക്കുവാൻ പാകത്തിൽ അവർ പ്രിപ്പയർ ആകുന്ന വർഷമാണ് 2026. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള ഭാഗ്യം ത്രിഗ്രഹി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേടക്കൂറിലെ നക്ഷത്രജാതരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക കാല നക്ഷത്രജാതർക്ക് അനുഭവവേദ്യമാകും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണഫലങ്ങൾ, അതായത് ഈ ത്രിഗ്രഹി യോഗത്തിൻ്റെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ചെയ്യേണ്ടുന്നത് സൂര്യൻ, ബുധൻ, ശുക്രൻ ഈ ഗ്രഹങ്ങളുടെ സംയോഗഫലമായി ഉണ്ടാകുന്ന ത്രിഗ്രഹി യോഗം അതിൻ്റെ ഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട്, തടസ്സങ്ങൾ നീങ്ങുന്നതിനായിട്ട് ചില കാര്യങ്ങൾ, ചില പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യണം. ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കണം ബുധപ്രീതിക്ക് വേണ്ടിയിട്ട്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം നടത്തുന്നത് വളരെ ഉത്തമമാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതുമൊക്കെ ബുധപ്രീതിക്ക് നല്ലതായിരിക്കും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക ശുക്രപ്രീതിക്ക്, സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടി അത് ചെയ്യണം. ദേവീക്ഷേത്രത്തിൽ പായസ വഴിപാട് സമർപ്പിക്കുക. വീടിൻ്റെ പരിസരത്ത് സുഗന്ധമുള്ള വെളുത്ത പൂക്കളുണ്ടാകുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കുക തുടങ്ങിയവയൊക്കെ ശുക്രപ്രീതിയിലൂടെ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും നില തന്നെ മാറുക ചെയ്യും. അടുത്തത് സൂര്യപ്രീതിക്ക് വേണ്ടി ഞായറാഴ്ചകളിൽ രാവിലെ ഓം നമഃശിവായ ജപിക്കുക. 108 പ്രാവശ്യമാണ് ജപിക്കേണ്ടത്. ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും വളരെ ഉയർന്ന അവസ്ഥയുണ്ടാകും. ആരോഗ്യമൊക്കെ വളരെ നല്ല രീതിയിൽ, ആത്മവിശ്വാസം എന്തിനും ഏതിനും തയ്യാർ ചെയ്യുന്നൊരു മനസ്സിന് സാന്നിധ്യമുള്ളവരായി നമ്മൾ മാറും. ശിവക്ഷേത്രത്തിൽ ധാര അല്ലെങ്കിൽ പിൻവിളക്ക് വഴിപാടായി സമർപ്പിക്കുക. ഇത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ കൂടി ചെയ്താൽ ത്രിഗ്രഹി യോഗത്തിലൂടെ ഉണ്ടാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ നന്മകളും ഈ ഗ്രഹജാതർക്കുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.